കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. തൃശൂർ ലോക്സഭാ സീറ്റ് തിരിച്ചുപിടിക്കാൻ മുൻ MP TN പ്രതാപൻ തന്നെ വേണമെന്ന K മുരളീധരന്റെ പ്രസ്താവന പ്രതാപനെ ലക്ഷ്യം വെച്ചെന്ന് സൂചന. ലോക്സഭയിൽ നിന്നും മടങ്ങി നിയമസഭയിലെത്തി MLAയും മന്ത്രിയുമാകാനുള്ള പ്രതാപന്റെ ആഗ്രഹം മനസ്സിലാക്കിയാണ് അദ്ദേഹം തൃശൂർ ലോക്സഭയിൽ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടുമായി മുരളി രംഗത്ത് വന്നതെന്നാണ് വിലയിരുത്തലുകൾ. ഇതോടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതാപൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് തടയിടാനാകും. ലോക്സഭാംഗമായിരിക്കെ പലതവണ നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച നേതാവായിരുന്നു TN പ്രതാപൻ. അതും കൂടി പരിഗണിച്ചായിരുന്നു കഴിഞ്ഞ തവണ പ്രതാപനെ പിൻവലിച്ച് K മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മത്സരിപ്പിച്ചത്. ലോക്സഭയിൽ പോയാൽ തൽക്കാലം വെറും MP ആയിരിക്കേണ്ടി വരും. അതേസമയം നിയമസഭയിലാണെങ്കിൽ അടുത്ത തവണ ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരിക്കെ സംസ്ഥാന മന്ത്രിയാകാം. MPമാരിൽ പലരുടെയും ലക്ഷ്യം കഴിഞ്ഞ തവണ കേരളത്തിലേക്ക് മടങ്ങാനായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് ഇവർക്ക് പച്ചക്കൊടി കാണിച്ചില്ല. ജയസാധ്യത തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. എന്നാൽ പത്മജ BJPയിൽ ചേർന്നതോടെ പ്രതാപന് മാത്രം മത്സരരംഗത്ത് നിന്ന് മാറാൻ അനുമതി നൽകി മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുകയായിരുന്നു പാർട്ടി ചെയ്തത്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വമ്പൻ വിജയം നേടാനായെങ്കിലും തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് മുരളീധരനും കോൺഗ്രസും പിന്തള്ളപ്പെടുകയായിരുന്നു. ജയസാധ്യത പറഞ്ഞ് പ്രതാപനെ വീണ്ടും ഡൽഹിക്ക് അയക്കുവാനാണ് പുതിയ നീക്കം. തൃശൂരിലെ പരാജയത്തിൻ്റെ സാഹചര്യത്തിൽ മുരളിയും പ്രതാപനും നല്ല ബന്ധത്തിലല്ല എന്നാണ് വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുരളീധരന്റെ തോൽവിക്ക് ശേഷം ഇടഞ്ഞു നിന്നിരുന്ന മുരളീധരനെ വീണ്ടും പിണക്കാൻ പാർട്ടി തയ്യാറാകില്ല. അതിനാൽ തന്നെ തൃശൂർ ലോക്സഭാ സീറ്റ് തിരിച്ചുപിടിക്കാൻ മുൻ MP TN പ്രതാപൻ തന്നെ വേണമെന്ന K മുരളീധരന്റെ പ്രസ്താവന പാർട്ടി തള്ളിക്കളയുവാൻ സാധ്യത കുറവാണ്. മന്ത്രിപദമെന്ന മോഹം വീണ്ടും പ്രതാപനിൽ നിന്ന് അകലുമോ എന്ന ആശങ്കയിലാണ് പ്രതാപനും. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയ സാധ്യതയുണ്ടെന്ന് പല വിലയിരുത്തലുകളും വരുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിയിൽ നിന്ന് കുറച്ചകന്നു നിൽക്കുന്ന മുരളീധരനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാനും മന്ത്രിയാകുവാനുമുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പാർട്ടിയുടെ വിജയ സാധ്യതയായിരിക്കും പാർട്ടി പരിഗണിക്കുക. അതിനാൽ തന്നെ പാർട്ടി ആരെ പരിഗണിക്കുമെന്ന് അധികം വൈകാതെ തന്നെ അറിയാൻ സാധിക്കും. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.